കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ ശിക്ഷാവിധി ഉടൻ. കേസിലെ ഏകപ്രതിയായ മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. സജോ ദേവസ് ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സജോ, നിഷ്ഠൂര കൊലപാതകത്തിൽ കേരളം കാത്തിരിക്കുകയാണ്. അതിന്റെ വിധി എന്താണ് എന്നറിയുവാൻ വേണ്ടി. കുറ്റക്കാരൻ നേരത്തെ കോടതി കണ്ടെത്തിയതാണ്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ഇനി ശിക്ഷാവിധി മാത്രമല്ലേ, വിധി പ്രസ്താവം മാത്രമല്ലേ ബാക്കിയായിട്ടുള്ളത്? ഗോകുൽ, അല്പസമയത്തിനകം കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് AV മൃദുല ശിക്ഷാവിധി പ്രഖ്യാപിക്കും. പ്രതി ശ്യാംജിത്തിനെ, മാനന്തേരി സ്വദേശി ശ്യാംജിത്തിന് പ്രൊഡക്ഷൻ വാറണ്ട് ഉണ്ട്. അല്പസമയം മുൻപ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഒരു പ്രതി മാത്രമാണുള്ളത്. വിഷ്ണുപ്രിയയെ പാനൂർ വള്ളിയായിലെ വീട്ടിൽ അതിക്രമിച്ച് കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിൽ ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴി, ഈ കേസിൽ നേരിട്ട് ദൃക്സാക്ഷികളില്ല, പകരം ഒരു 13 സെക്കൻഡ് വീഡിയോ ദൃശ്യങ്ങൾ, ഒപ്പം ഒരു സാക്ഷിമൊഴി, പ്രധാനപ്പെട്ട ഒരു സാക്ഷിമൊഴിയുള്ളത് വിഷ്ണുപ്രിയയുടെ പൊന്നാനി സ്വദേശിയായ സുഹൃത്ത് വീഡിയോ കോൾ വഴി കൊലയാളിയെ കണ്ടു, കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്യാംജിത്ത് എത്തിയപ്പോൾ വീഡിയോ കോൾ വഴി കണ്ടിരുന്നു. ഇതൊക്കെയാണ് മൊഴി. ഇതും ഇത്തരം സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ തെളിവ്, സാഹചര്യ തെളിവ്, ഇവയെല്ലാം കോടതി അംഗീകരിച്ചതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ വാദം പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ ഉന്നയിച്ചത്, ഏറ്റവും ഒടുവിലത്തെ ഹിയറിംഗിലും ഉന്നയിച്ചത്, ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ശ്രമിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസിലാണ് സാധാരണഗതിയിൽ സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരം വധശിക്ഷ ഉണ്ടാവുക. വധശിക്ഷ തന്നെ വേണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും ഒടുവിലത്തെ വാദം. അതെന്താകും എന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. അതിന് പ്രധാനമായും പ്രോസിക്യൂഷൻ ഊന്നിയത്, ഇതൊരു അതിക്രൂരമായ കൊലയാണ്. കഴുത്ത് 75% അറ്റുതൂങ്ങിയിരുന്നു. 29 മുറിവുകളാണ്. അതായത് അതിക്രൂരമായി വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി ആണ് കൊല നടത്തിയത്. അതിൽ തന്നെയും ഈ കൊലപാതകം എത്ര നിഷ്ഠൂരമാണ് എന്ന് വെളിവാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊപ്പം ഡോക്ടറുടെ മൊഴിയും, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും ഒക്കെ പ്രോസിക്യൂഷൻ പ്രധാനമായും ഊന്നി. മറ്റൊന്ന്, ഇത് സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വയം നിർണയാവകാശവും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വിധിയാകണം, അത് സമൂഹത്തിന് ആ നിലയ്ക്ക് ഒരു സന്ദേശമാകണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. മറ്റൊന്ന്, വിപുലമായ ആസൂത്രണം ഇതിനുവേണ്ടി നടത്തി. ഒരു ഘട്ടത്തിലും കുറ്റബോധം പ്രതി പ്രകടിപ്പിച്ചില്ല. ഇതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇതിന് പ്രതിരോധം എന്ന നിലയ്ക്ക് പ്രതിഭാഗം ഉയർത്തിയ ഒരേ ഒരു വാദം എന്നത്, നേരിട്ട് ദൃക്സാക്ഷികളില്ല. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം പരിഗണിച്ച് തന്നെ നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ വധശിക്ഷ പാടില്ല എന്നൊരു വാദം ഉന്നയിച്ചു. മറ്റൊന്ന്, പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്നൊരു വാദം ഉന്നയിക്കുകയും ചെയ്തു. അതായത് വധശിക്ഷ, ഏറ്റവും പരമാവധി ശിക്ഷ നൽകരുത് എന്ന് വാദിക്കാൻ പ്രതിഭാഗം ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയായിരുന്നു. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ അതിനിഷ്ഠൂരമായ കൊലയാണ്. പ്രണയം തകർന്നതിൻ്റെ ഒരു പകയുടെ പേരിൽ കൊല ആസൂത്രണം ചെയ്യുന്നു. അതിനുവേണ്ടി ആയുധങ്ങൾ സ്വയം നിർമ്മിക്കുന്നു, ആയുധങ്ങൾ വാങ്ങിക്കുന്നു. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് ആദ്യം വീഴ്ത്തുന്നത്. അതിനുശേഷം കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തു. പിന്നീട് ശരീരമാസകലം കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. അന്വേഷണം വഴിതെറ്റിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഏതായാലും അങ്ങേയറ്റം കേരളം നടുങ്ങിയ ഒരു കൊലപാതകം തന്നെയാണ്. അതിന്മേലുള്ള വിധി അല്പസമയത്തിനകം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലുണ്ടാകും. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. വിവരണാതീതമായ ക്രൂരതയാണ് വിഷ്ണുപ്രിയയോട് ശ്യാംജിത്ത് കാട്ടിയത്. പ്രണയം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക്, ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ജീവനെടുക്കുമെന്ന മനോനിലയുള്ളവർക്ക് പാഠമാകുന്ന ഒരു വിധി തന്നെ പ്രതീക്ഷിക്കുകയാണ് തലശ്ശേരിയിൽ നിന്ന്.